ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും അതുപോലെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് കൊടുക്കാനും അതുപോലെ വൈകുന്നേരം ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. ടേസ്റ്റ് ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ സാൻഡ്വിച്ച്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് മുന്നോട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ചിക്കൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു 1/2 kg ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് മഞ്ഞൾ, അതുപോലെ 1/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, അതിലേക്ക് കുറച്ച് ക്രഷ്ഡ് ചില്ലി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക്, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വിനീഗർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ലെമൺ ജ്യൂസും ചേർക്കാം. അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് കുറച്ച് ടൈം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു ടൈമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നല്ലോണം കൈവച്ച് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ കുറച്ച് മുളക് പൊടീൻ്റെ കുറവുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി അതുകൊണ്ട് തന്നെ സ്പൈസി അധികം കൂടുതലായിട്ടുണ്ടാവില്ല. അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നതിന് പോലെ തന്നെ കൂടുതൽ ഫ്രൈ ആയിട്ട് വരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 2-3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ബോൺലെസ് ചിക്കൻ ചെറിയ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ കുറച്ചൊരു 1/4 ടീസ്പൂൺ കൂടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷനാണ്. നിങ്ങൾക്ക് കുറച്ച് സ്പൈസി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. അതിനുശേഷം സിമ്മിലിട്ട് അടച്ച് വെച്ച് ഒരു 1-2 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 സവാള എടുത്തിട്ടുണ്ട്. ചെറിയ സവാളയാണെങ്കിൽ ആ സവാള ഫുള്ളായിട്ട് ചേർക്കാം. ഞാൻ ഇവിടെ 1/2 സവാളയാണ് ചേർത്തിട്ടുള്ളത്. അത് ചെറുതായി കട്ട് ചെയ്ത് ഈ രീതിയിൽ കട്ട് ചെയ്ത് ഒന്ന് ഇതുപോലെ തന്നെ കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലോണം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 1-2 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെക്കാം സിമ്മിലിട്ട്. അപ്പോൾ സവാള കൂടുതലായിട്ട് വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർക്കാം. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ഓവറായിട്ട് ഈ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. ഞാൻ ഇവിടെ അധികമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഒരു 1/2 ടീസ്പൂണ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിലും കുറച്ച് വേണമെങ്കിൽ അതിന് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് 1-2 സെക്കൻഡ് ഒന്ന് അടച്ച് വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണുള്ളത്. അതിനുശേഷം ഇത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രെഡിലും ചെയ്യാം. ഞാൻ ഇവിടെ സമൂന എടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈപ്പിലുള്ള ബ്രെഡാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്.
ഇതൊരു പാക്കറ്റിൽ 5 പീസ് മുതൽ ചില പാക്കറ്റിൽ 6 പീസ് വരെ വരാറുണ്ട്. അതിനുശേഷം ഇത് നടുവിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു സാൻഡ്വിച്ചിൻ്റെ ബ്രെഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നോർമലായിട്ടുള്ള സ്ലൈസും യൂസ് ചെയ്യാം. അതിനുശേഷം ഇതിൽ മയോണൈസ് വെച്ചിട്ടാണ് ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഈ ഒരു ബ്ലാക്ക് പെപ്പറിൻ്റെ മയോണൈസാണ് ഉള്ളത്. നിങ്ങൾ സാധാരണ മയോണൈസും യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ആവശ്യമുള്ള മയോണൈസ് അതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ് അതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ള എല്ലാ ഫില്ലിങ്ങും ചെയ്തെടുക്കാം. അപ്പോൾ ലാസ്റ്റിൽ ഇതുപോലെ തന്നെ എല്ലാം റെഡിയാക്കിയതിന് ശേഷം ഫ്രൈ പാനിലോ അല്ലെങ്കിൽ ഓവനിലോ ഒരു 2 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് കാണുന്നത് പോലെ തന്നെ. അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് എല്ലാവരും കമൻസൊക്കെ അറിയിക്കുക. ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കമൻസൊക്കെ അറിയിക്കുക ട്രൈ ചെയ്ത്. അപ്പോൾ മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത സപ്പോർട്ട് അടുത്ത വീഡിയോയിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.